ഇനി രാജ്യതലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഡൽഹി വിമാനത്താവളത്തിൽ സാങ്കേതിക തകരാർ. നിരവധി വിമാനങ്ങൾ വൈകുന്നു. 300-ലധികം വിമാനങ്ങളാണ് സമയക്രമം പാലിക്കാതെ പറക്കുന്നത്. പരാതിയുമായി യാത്രക്കാർ രംഗത്തെത്തി. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, എന്തുകൊണ്ടാണ് ഈ സാങ്കേതിക തകരാർ സംഭവിച്ചത്? ഈ വിമാനത്താവള അധികൃതർ നൽകുന്ന വിശദീകരണം എന്താണ്? യാത്രക്കാർ ദുരിതത്തിലാണോ? ശ്രീകാന്ത്, തീയതി തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഈ ഡൽഹി വിമാനത്താവളത്തിൽ. അവിടെ സാങ്കേതിക പ്രശ്നമാണ് എന്ന് ഡൽഹി വിമാനത്താവള അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർ പറയുന്നത് എയർ ട്രാഫിക് കൺട്രോൾ ഡാറ്റ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഓട്ടോമാറ്റിക് മെസ്സേജ് സ്വിച്ചിംഗ് സിസ്റ്റത്തിൽ സാങ്കേതിക തകരാർ സംഭവിച്ചു എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. 800-ലധികം വിമാനങ്ങൾ വൈകിയാണ് അവിടെ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ പറന്നത്. അതിനുശേഷം ആ സാങ്കേതിക തകരാർ നിലവിൽ പരിഹരിച്ചിട്ടുണ്ട്. പക്ഷേ പരിഹരിച്ചപ്പോഴും ഈ വിമാനങ്ങൾ വൈകുന്ന പ്രശ്നം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ 6-ാം തീയതി തുടങ്ങിയ പ്രശ്നം അത് പരിഹരിച്ചെങ്കിലും അത് വിമാനങ്ങളുടെ പറക്കുന്ന ആ ഒരു ഷെഡ്യൂളിൽ അത് കൃത്യമായി പാലിക്കാൻ ഇനിയും വിമാനത്താവള അധികൃതർക്ക് സാധിച്ചിട്ടില്ല. 300-ലധികം വിമാനങ്ങൾ ഇപ്പോഴും വൈകി ഓടുന്നു എന്നുള്ള കണക്കുകളാണ് പുറത്തുവരുന്നത്. എന്തായാലും അധികം വൈകാതെ പ്രശ്നത്തിന് പരിഹാരം കാണും എന്ന് DGC അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി ശ്രീകാന്ത്, ഡൽഹി വിമാനത്താവളത്തിൽ സാങ്കേതിക തകരാർ. 300-ലധികം വിമാനങ്ങളാണ് വൈകുന്നത്.